അസുരവിത്ത് എന്ന നോവലിൻ്റെ 61-ാം ഭാഗമാണ് നിങ്ങൾ ഇന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടങ്ങാതെ ദിവസവും കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. എന്ത് ചെയ്യണമെന്നറിയാതെ കുറേയേറെ നേരം നിന്നുപോയി അക്കാമ്മ. സങ്കടവും ദേഷ്യവും ഒരുപോലെ അവരിലുണ്ടായി. ഒന്നും ചെയ്യാൻ തോന്നാത്ത നിമിഷങ്ങൾ കടന്നുപോയി. കണ്ണുനീരൊന്നടങ്ങിയപ്പോൾ അക്കാമ്മയ്ക്ക് തോന്നിയത് ചെറിയാച്ചനെ വിളിച്ചു പറയാനാണ്. ഏതായാലും ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത് അങ്ങേരല്ലേ, ബാക്കിയും അങ്ങേര് തന്നെ ചെയ്യട്ടെ. അക്കാമ്മ വിറയ്ക്കുന്ന കൈകാലുകളോടെ ഫോണിൻ്റെ അടുത്തേക്ക് നീങ്ങി. നമ്പർ ഡയൽ ചെയ്തു, വിളിച്ചു. തിരക്കുള്ള സമയത്ത് വിളിക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്ത ചെറിയാച്ചൻ ഫോൺ എടുത്ത് വിവരം ചോദിച്ചു. എന്താടി ഈ നേരത്ത് വിളിക്കുന്നത്? ഞാൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരില്ല എന്ന് നിന്നോട് പറഞ്ഞതല്ലേ, അത് മറന്നുപോയോ? അതിനല്ല ഞാൻ വിളിച്ചത്. നമ്മുടെ റിൻസി കൊച്ചിനെ ആ സോജനും കൂട്ടരും വന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി. അവൾ എന്നോട് വിളിച്ചു പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഞാൻ അവളോട് പോകരുതെന്ന് പറഞ്ഞിട്ടൊന്നും അവൾ കേട്ടില്ല. ബലമായി തടഞ്ഞു നിർത്താൻ എന്നെക്കൊണ്ടാവില്ലല്ലോ. ഇനി നമ്മൾ എന്തു ചെയ്യും ഇച്ചായ? തൻ്റെ പൊന്നുമോൾ വീട് വിട്ടിറങ്ങിപ്പോയി എന്നത് അയാൾക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. അക്കാമ്മയല്ലാതെ ആര് പറഞ്ഞാലും പറഞ്ഞവനെ താൻ ചീത്ത വിളിക്കുമായിരുന്നു. ചെറിയാച്ചൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഉണ്ടായ ഭീകരമായ തോൽവി, അതയാൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. എൻ്റെ ദൈവമേ എന്ന് വിളിച്ചത് ഓർമ്മയുണ്ട്. അപ്പോൾ പരാജയം വന്നപ്പോൾ എൻ്റെ പേര് നീ ഓർത്തു. അത്രയും കാലം വിജയിച്ച് അശ്വമേധം നടത്തി നടന്നപ്പോൾ ദൈവമെന്ന ഞാൻ ഉണ്ട് എന്നുപോലും നീ വിചാരിച്ചിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ നിനക്ക് പരാജയം വരാതിരിക്കും? എന്തിനും ഒരു കാലമുണ്ടല്ലോ. ഏതിനും ഒരു കാലമുണ്ട്. ജയിക്കാൻ ഒരു കാലം, തോൽക്കാൻ മറ്റൊരു കാലം. തന്നോട് സംസാരിക്കുന്നത് ആരാണ് എന്ന് ചെറിയാച്ചൻ തലയുയർത്തി നോക്കിയപ്പോഴാണ് കർത്താവ് തമ്പുരാൻ തൻ്റെ മുമ്പിൽ നിന്നും പോയിട്ടില്ല എന്ന് മനസ്സിലായത്. പള്ളിയിൽ നിന്ന് താൻ വീട്ടിലേക്ക് പോയിട്ടില്ല. പുറത്തോട്ടിറങ്ങിപ്പോയ അക്കാമ്മ വന്നതായി കാണുന്നുമില്ലല്ലോ. താൻ മാത്രം ഇപ്പോഴും പള്ളിക്കുള്ളിൽ തന്നെയാണ് താനും. എന്നാലും ജയിപ്പിച്ച് അത്യുന്നതിയിൽ കൊണ്ടുവന്നിട്ട് താഴേക്ക് തള്ളിയിടുന്നത് പോലെ ആയില്ലേ ഇത്? അത്രയുമൊക്കെ വേണമായിരുന്നോ? കഠിനാധ്വാനം ചെയ്ത് മാത്രമല്ലേ ഞാൻ സമ്പാദിച്ചത്? കർത്താവിൻ്റെ മുഖത്ത് ചിരി മാത്രം. അതൊരുമാതിരി കളിയാക്കി ചിരിക്കുന്നതാണോ? അങ്ങേർക്കെല്ലാം തമാശയാണെന്ന് തോന്നുന്നു. ഇവിടെ ഉരുകുന്നത് താനല്ലേ? അവിടെ നിന്നും മറുപടി കേട്ടു. കഠിനാധ്വാനം ചെയ്തു എന്ന് നീ പറയരുത്. വിഷം കലക്കിയ ചാരായം വിറ്റും വട്ടിപ്പലിശ വാങ്ങിയുമൊക്കെ അല്ലേ നിൻ്റെ ആദ്യകാല സമ്പാദ്യം? അല്ലാതെ ന്യായമായ മാർഗം നിനക്കില്ലായിരുന്നല്ലോ. മറ്റുള്ളവർ ചെയ്ത കഠിനാധ്വാനത്തിൻ്റെ ഫലത്തിന് മുകളിലല്ലേ നീ അടയിരുന്നത്? നീ കാരണം എത്ര കുടുംബങ്ങൾ വഴിയാധാരമായി? അത് വല്ലതും നീ ഓർക്കുന്നുണ്ടോ? ഞാനാരോടും പിടിച്ചു വാങ്ങിയതല്ലല്ലോ. അവർ പലിശ തരാമെന്ന് സമ്മതിച്ച് തന്ന പണയം അവർ മുതലും പലിശയും തന്നില്ലെങ്കിൽ എനിക്ക് അവകാശപ്പെട്ടതല്ലേ. അതല്ലേ അതിൻ്റെ ന്യായം? തമ്പുരാൻ തന്നെ പറ. ഇപ്പോൾ നീ പറയുന്നത് മുഴുവൻ നിൻ്റെ ന്യായം, അതല്ല പൊതുവായ ന്യായം. അത്തരം പ്രവൃത്തികൾക്കെല്ലാം ഫലം അനുഭവിക്കേണ്ടി വരും. അത് നിൻ്റെ സമ്പത്തല്ലല്ലോ. ഇപ്പോൾ നിനക്ക് ദുഃഖകാരണമായത് കച്ചവടത്തിലെ നഷ്ടവും അല്ല. മകൾക്ക് സ്വന്തമായി മിടുക്കനായ ഒരു പയ്യനെ അവൾ കണ്ടുപിടിച്ചു. അവരുടെ വീട്ടിൽ സമ്പത്ത് കുറവായതുകൊണ്ട് മാത്രം അത് നിനക്കിഷ്ടപ്പെട്ടില്ല. നീ ഒരു കാലത്ത് അതിലും കഷ്ടത്തിലായിരുന്നു. അത് നീ ഓർത്തില്ല. അതിനേക്കാൾ വലിയതെന്ന് നിനക്ക് തോന്നിയ ഒരു ബന്ധത്തിലേക്ക് ആ പാവം പെൺകുട്ടിയെ കൊണ്ടുപോയി തള്ളിയിടാനുള്ള നിൻ്റെ തിരക്കല്ലേ ഈ പരാജയത്തിന് കാരണം?
ദൈവത്തിന് അതൊക്കെ പറയാം. കഞ്ഞി കുടിക്കാൻ പോലും വകയില്ലാത്ത ഒരു വീട്ടിലേക്ക് മകളെ കെട്ടിച്ചു വിടുന്നതിൻ്റെ ദുഃഖം എങ്ങനെ ദൈവത്തിന് മനസ്സിലാവും? അതിനി ഞാൻ പറഞ്ഞതുകൊണ്ട് മനസ്സിലാക്കാനും പോകുന്നില്ല. ദൈവം മക്കളുടെ കല്യാണം കഴിപ്പിക്കുന്നില്ലല്ലോ, ആശീർവദിക്കുന്നതല്ലേ ഉള്ളൂ. ഒരിക്കൽ അവളുടെ ജീവൻ രക്ഷിച്ചവനാണവൻ, ശരിയാണ്. എന്നാലും അവൻ തന്നെ അവൾക്ക് ആയുഷ്കാലം ദുരിതത്തിന് കാരണമായെങ്കിലോ എന്നതായിരുന്നു എൻ്റെ ഭയം. അത് കാരണമാണ് ഞാൻ ആ ബന്ധത്തിന് എതിര് നിന്നത്. പിന്നെ ലോനപ്പൻ്റെ മകനെ കൊണ്ട് അവളെ കെട്ടിക്കണമെന്ന് എനിക്കൊരാഗ്രഹവും ഉണ്ടായിരുന്നു. ലോനപ്പൻ്റെ തനിനിറം ഈ പൊട്ടന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവൻ ഓരോ ദിവസവും ഇവൻ്റെ കയ്യിൽ നിന്നും പണം അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ വിവരം ഇത്ര കാലമായിട്ടും മനസ്സിലാക്കാത്ത ഇവന് പരാജയം സംഭവിച്ചില്ലെങ്കിൽ മാത്രമേ അത്ഭുതപ്പെടേണ്ടൂ. തന്ത്രശാലികളും ബുദ്ധിമാന്മാരും വിജയിക്കും. നിന്റെ പ്രിയ കൂട്ടുകാരൻ ലോനപ്പൻ നിനക്ക് നന്മ മാത്രമാണ് ചെയ്യുന്നത് എന്നാണോ നീ വിചാരിക്കുന്നത്? അത് നിനക്ക് ജ്വല്ലറി പൊളിഞ്ഞപ്പോഴെങ്കിലും മനസ്സിലായില്ലേ? ഇല്ല അല്ലേ? അതിൽ കണക്കിൻ്റെ തിരിമറി നടത്തിയത് മുഴുവൻ ലോനപ്പന് വേണ്ടി അവൻ നിയമിച്ച മാനേജരാണ്. അങ്ങനെയാണ് ജ്വല്ലറി തകർന്നത്. അതായിരുന്നില്ലേ നിനക്ക് കിട്ടിയ രണ്ടാമത്തെ പ്രഹരം? അപ്പോൾ അതിൻ്റെ പിന്നിൽ ലോനപ്പനായിരുന്നു. അവനെയും വിശ്വസിക്കാൻ കഴിയില്ല അല്ലേ? പറയുന്നത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അവരെ അവിശ്വസിച്ചിട്ട് ലോനപ്പനെ വിശ്വസിക്കാമായിരുന്നു. പക്ഷേ ഇത് പറയുന്നത് ദൈവം തന്നെയല്ലേ? ദൈവം എന്തായാലും നുണ പറയില്ല. ഏതായാലും ലോനപ്പൻ നിയമിച്ചയാൾ പണി നിർത്തിപ്പോയി ജ്വല്ലറി പൂട്ടിപ്പോവുകയും ചെയ്തു. ഏതായാലും അതിൻ്റെ പിന്നിൽ ലോനപ്പനാണെന്ന് വിശ്വസിക്കാൻ വലിയ വിഷമമാണ്. ഇനി അക്കാര്യത്തിൽ ലോനപ്പൻ ഇടപെട്ടെങ്കിൽ പോലും എന്നെ ഏറ്റവും അധികം തളർത്തിയത് അതല്ലല്ലോ. എന്നെ തരിപ്പണമാക്കി വീഴ്ത്തിക്കളഞ്ഞ ഫിനാൻസിൻ്റെ തകർച്ച എങ്ങനെയുണ്ടായി? അത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതുകൂടി ഒന്ന് മനസ്സിലാക്കി തന്നേ തമ്പുരാനെ. എല്ലാ തകർച്ചയുടെയും കാരണം തികച്ചും പാവമായ സോജനാണ് എന്നാണ് ഇവൻ ധരിച്ചു വച്ചിരിക്കുന്നത്. തൻ്റെ മകളെ ലോനപ്പൻ്റെ മകൻ ജിൻസിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചിരുന്നെങ്കിൽ എല്ലാം ഓക്കെ ആകുമായിരുന്നു. ഈ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്നും ഇവൻ വിചാരിക്കുന്നു. ഈ കുഴപ്പങ്ങൾ ഉണ്ടാകില്ലായിരുന്നു, പക്ഷേ അവിടെ മറ്റു കുഴപ്പങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഇവനെ മൊത്തമായി വിഴുങ്ങാനാണ് ലോനപ്പൻ അങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കിയത്. പക്ഷേ അതൊന്നും ഇവന് മനസ്സിലായില്ലെന്ന് മാത്രം. അത് പറയുന്നതിന് മുൻപ് നിൻ്റെ മനസ്സിലുള്ള ഒരു തെറ്റിദ്ധാരണ മാറ്റാം. ഇപ്പോഴും വിചാരിച്ചു വച്ചിരിക്കുന്നത് ജ്വല്ലറിയുടെ തകർച്ചയ്ക്ക് പിന്നിലും ഫിനാൻസിൻ്റെ തകർച്ചയ്ക്ക് പിന്നിലും എല്ലാം പ്രവർത്തിച്ചത് ആരാണെന്നാണ്. സോജനും അവൻ്റെ ഇപ്പോഴത്തെ മുതലാളി പൈലോച്ചനുമാണെന്നല്ലേ? എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും ആ കാര്യത്തിൽ ഒരു മനസ്സറിവുമില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ നേരത്തെ തന്നെ അവർക്ക് ചെയ്യാമായിരുന്നു. അയാളേതായാലും നേരായ വഴിക്ക് മാത്രമേ പണമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ, അല്ലാതെ നിന്നെപ്പോലെയല്ല. തമ്പുരാൻ ഏതായാലും കിട്ടിയ സമയത്തിന് തന്നെ പരമാവധി കുറ്റപ്പെടുത്തുകയാണെന്ന് തോന്നുന്നു. താൻ ചെയ്യുന്നത് ശരിയായ രീതിയിലല്ലായിരുന്നു എന്ന് കരുതുക. എങ്കിൽ തന്നെ നേരത്തെ എപ്പോഴെങ്കിലും ഇതേപോലെ ഇടപെട്ട് തന്നെ തിരുത്താമായിരുന്നതല്ലേ? അപ്പോൾ അത് ചെയ്യാതെ ഇനിയിപ്പോൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിന്നെ തിരുത്താൻ ഞാൻ നേരിട്ട് ശ്രമിക്കാത്തതല്ലല്ലോ. പലർ മുഖാന്തരം നിന്നെയും നിൻ്റെ അപ്പനെയും തിരുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. അവരെ ആരെയും നിങ്ങൾ വകവച്ചില്ല. നിങ്ങൾക്ക് ആകെ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, പണം മാത്രം. പണത്തിൻ്റെ അളവുകോൽ വെച്ചുകൊണ്ട് കൊള്ളാത്തവൻ എന്ന് കണക്കാക്കിയവനല്ലേ സോജൻ? നീ വീണ് ആശുപത്രിയിൽ കിടന്ന കാലഘട്ടത്തിൽ നിനക്ക് ബോധം വരുന്ന അത്രയും ദിവസവും എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്നത് ആ സോജൻ തന്നെയാണ്. നിനക്ക് ബോധം വന്നു കഴിഞ്ഞപ്പോൾ നീ എന്തെങ്കിലും പറഞ്ഞെങ്കിലോ എന്ന് പേടിച്ച് പോയതാണ് അവിടെ നിന്ന്. ആ പേടിയില്ലായിരുന്നെങ്കിൽ അവൻ നിന്നെ ഇട്ടേച്ചു പോകില്ല. അപ്പോൾ തനിക്ക് പരാജയമൊക്കെ പറ്റി താൻ സുഖമില്ലാതെ ആശുപത്രിയിൽ കിടന്നിട്ട് പോലും
ലോനപ്പനോ മക്കളോ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല, അല്ലേ? ആരോഗ്യവും പണവും ഉണ്ടായിരുന്നപ്പോൾ കുറേ പേരുണ്ടായിരുന്നു. അവരാരും താൻ വീണ് കഴിഞ്ഞപ്പോൾ കൂടെ ഇല്ലായിരുന്നു. കാണില്ല ചെറിയാച്ച, അവരാരും നിന്റെ കൂടെ കാണില്ല. അവരും നിന്നെപ്പോലെ തന്നെ പണത്തിനെയാണ് സ്നേഹിച്ചത്, നിന്നെയല്ല. എന്നാൽ യഥാർത്ഥത്തിൽ നിന്നെ സ്നേഹിച്ചവരെ നിനക്ക് മനസ്സിലായിട്ടുമില്ല. ആ ഒരു കുറവേ നിനക്ക് പ്രധാനമായും പറ്റിയുള്ളൂ. ഇത്രയും സമയമായിട്ടും ഫിനാൻസിൻ്റെ പരാജയത്തിൻ്റെ കാരണം മാത്രം പറഞ്ഞു തന്നില്ല. അത് പരാജയപ്പെടുന്ന സമയത്തൊക്കെ താൻ ആശുപത്രിയിലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ തൻ്റേതായ കുഴപ്പം കൊണ്ടല്ല ഫിനാൻസ് പരാജയപ്പെട്ടത്. പിന്നെ അത് പരാജയപ്പെട്ടതിൻ്റെ കാരണം എന്തായിരിക്കും? ഏതായാലും എല്ലാം പോയി. കാരണമെങ്കിലും അറിഞ്ഞിരിക്കാമല്ലോ. ഫിനാൻസ് കമ്പനി പരാജയപ്പെടാൻ ആദ്യ കാരണം ജ്വല്ലറി പോയതാണ്. അതോടെ മാനന്തവാടിയിലെങ്ങും കുറേ തൽപര കക്ഷികൾ പറഞ്ഞു പരത്തി ചെറിയാച്ചനാകെ പൊളിഞ്ഞു നിൽക്കുകയാണ് എന്ന്. ഫിനാൻസിൽ നിന്നും കുറേ ലോണുകൾ കോഴിക്കോട് ഭാഗത്തേക്ക് കൊടുത്തിരിക്കുന്നത് മുഴുവൻ ലോനപ്പൻ്റെ ആൾക്കാരാണ് വാങ്ങിച്ചത്. ലോനപ്പന് വേണ്ടി വാങ്ങിയതും ഉണ്ട്. അവരാരും ഇനി അത് തിരിച്ചു തരില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഫിനാൻസ് കമ്പനി പൊളിയേണ്ടത് ആവശ്യമായിരുന്നു. അങ്ങനെ വന്നാൽ പിന്നെ ഒരു രൂപ പോലും തിരിച്ചു തരേണ്ടല്ലോ. അതിൻ്റെ പിന്നിലും പ്രവർത്തിച്ചത് ലോനപ്പൻ തന്നെയാണ് എന്നാണോ പറഞ്ഞു വരുന്നത്? ഏതായാലും സത്യം മാത്രം പറയുന്ന അങ്ങ് പറയുന്നതിനെ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. തീർച്ചയായും അതെ. കോഴിക്കോട് നിന്നുള്ള ആളുകൾ എടുത്ത ലോൺ മുഴുവൻ ലോനപ്പന് വേണ്ടിയാണ് എടുത്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ. പണം തിരിച്ചു തരാൻ സമയമാകുമ്പോഴേക്കും ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെങ്കിലല്ലേ തരേണ്ടതുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് തന്നെ അതെങ്ങനെയെങ്കിലും പൊളിച്ചെടുക്കണം. അതായിരുന്നു ലോനപ്പൻ്റെ താല്പര്യം. അതുകൊണ്ട് അയാൾ പലർ മുഖാന്തരവും നാട് നീളെ പറഞ്ഞു പരത്തി ചെറിയാച്ചൻ പൊളിഞ്ഞു നിൽക്കുകയാണ്, ഡെപ്പോസിറ്റ് ചെയ്ത പണം എത്രയും വേഗം പിൻവലിച്ചു, ഇല്ലെങ്കിൽ നഷ്ടപ്പെടും എന്ന്. അതോടെ എല്ലാവരും ഒരുമിച്ച് ഡെപ്പോസിറ്റ് പിൻവലിക്കാൻ വന്നു കാണും. ഒരുമിച്ച് കൊടുക്കാൻ കഴിഞ്ഞിട്ടും ഉണ്ടാവുകയില്ല. മിക്ക സ്ഥാപനങ്ങളും പൊളിഞ്ഞതുപോലെ തന്നെ ഇവിടെയും സംഭവിച്ചു. ചെറിയാച്ചൻ്റെ സ്വപ്നമായിരുന്ന ഫിനാൻസ് കമ്പനിയും പൊളിഞ്ഞു. ഒന്നുമില്ലാതെ വന്നവൻ ഇപ്പോൾ ഏതായാലും ഒന്നുമില്ലാത്ത അവസ്ഥയിലല്ലല്ലോ ദൈവമേ. തീർച്ചയായും ഒന്നുമില്ലാത്ത അവസ്ഥയിലല്ല. ഇങ്ങോട്ട് വന്നപ്പോൾ യാതൊന്നും കൈവശമില്ലാതിരുന്ന നിങ്ങൾക്ക് ആകെ നഷ്ടപ്പെട്ടത് മാനന്തവാടിയിലുള്ള ജ്വല്ലറിയും ഫിനാൻസ് കമ്പനിയും മാത്രമാണ്. കെട്ടിടം ഇപ്പോഴും നിങ്ങളുടെ പേരിൽ തന്നെ ഉണ്ട്. നിങ്ങൾ വാങ്ങിക്കൂട്ടിയ സ്ഥലങ്ങൾ നിങ്ങളുടെ പേരിലുണ്ട്. നിങ്ങളുടെ വീട് നിങ്ങളുടെ പേരിലുണ്ട്. പിന്നെയും ഒരു സമ്പാദ്യം കൂടിയുണ്ട്. അതേതാണാവോ പിന്നെ താൻ അറിയാത്ത സമ്പാദ്യം? തൻ്റെ വണ്ടിയോ മറ്റെന്തെങ്കിലുമോ ആയിരിക്കാം. അതൊരു പ്രധാന സമ്പാദ്യമായി പറയാമോ? ഇല്ലായിരിക്കണം. എന്തെങ്കിലും മനസ്സിൽ കാണാതെ തമ്പുരാൻ അത് പറയില്ല. എന്താണെന്ന് ആലോചിച്ചിട്ട് പിടി കിട്ടുന്നുമില്ല. പഴയതുപോലെ ആലോചിക്കാനൊന്നും പറ്റുന്നുമില്ല. ഞാനെങ്ങും ആലോചിച്ചു നോക്കിയിട്ട് പ്രധാന സമ്പാദ്യം ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. എന്നെ ബുദ്ധിമുട്ടിക്കാതെ അതുകൂടി നേരെ പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഈ അവസ്ഥയിൽ നിന്നും പഴയതുപോലുള്ള പ്രസരിപ്പും കാര്യങ്ങളുമെല്ലാം തിരിച്ചു കിട്ടുമോ എന്നും അറിഞ്ഞാൽ നന്ന്. പഴയതുപോലെ പ്രസരിപ്പ് കിട്ടിയിട്ട് വീണ്ടും സമ്പാദിച്ചു കൂട്ടാനുള്ള ആക്രാന്തമായിരിക്കും. ആ കാര്യത്തിൽ മാത്രം ഒരു കുറവുമില്ല. അണ്ണാൻ മൂത്താലും മരം കയറ്റം മറക്കില്ലല്ലോ. ഇവിടെ ഈ അണ്ണാനാണെങ്കിൽ കാലും കയ്യും തളർന്നതുപോലുള്ള അവസ്ഥയിലെത്തി. എന്നിട്ടും വീണ്ടും നേടണമെന്നാണ്. ആ സമ്പാദ്യം സൽസ്വഭാവിയായ നിങ്ങളുടെ മരുമകൻ തന്നെയാണ്. ഞാനിത് പറയുമ്പോൾ തനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് കാണും. എന്നാൽ താൻ ഒരല്പം സ്വാതന്ത്ര്യം അവന് കൊടുത്തു നോക്കണം. തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന സകലതും തിരിച്ചു പിടിച്ചു കൊണ്ടുതരാൻ കഴിവും മനസ്ഥിതിയുമുള്ള നല്ലൊരു മനുഷ്യനാണ് സോജൻ. ഞാനിത് പറയുന്നു എന്ന് മാത്രം. തനിക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ സ്വീകരിച്ചാൽ മതി. അവനെ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കാം. ഏതായാലും ഇനി തന്നെ കൊണ്ട് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല.
അറിയാത്ത ആളുകളെ ഏൽപ്പിച്ചാലും ആകെ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. ഇതുവരെ പറഞ്ഞതൊക്കെ സമ്മതിക്കാമായിരുന്നു എങ്കിലും അവസാനം പറഞ്ഞത് ഒരു തരത്തിലും മനസ്സങ്ങോട്ട് അംഗീകരിക്കുന്നില്ല. പറഞ്ഞത് കർത്താവാണെങ്കിലും ചെറിയാച്ചൻ അത് സ്വീകരിക്കുമോ എന്ന് കണ്ടറിയണം. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി താഴെ രേഖപ്പെടുത്തണേ. ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും വേണ്ടപ്പെട്ടവർക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുത്താനും ഓർക്കണേ. കഥയുടെ അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. തുടർന്നു വരുന്ന 2 ഭാഗങ്ങളോടെ ഈ നോവൽ അവസാനിക്കും. പിറ്റേ ദിവസം മുതൽ പുതിയ നോവൽ ആരംഭിക്കും. പുതിയ നോവലിൻ്റെ പേര് കൊലയാളി എന്നാണ്. ഞാൻ എഴുതിയ നോവലുകളിൽ 1,00,000-ലധികം പേർ വായിച്ചതും ഇപ്പോഴും താല്പര്യത്തോടെ വായിക്കുന്നതുമായ ഈ രചന നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിൽ സന്തോഷം മാത്രം. സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്മ വരാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കേ.